ഹായ് ഡിയേഴ്സ്, AJ കൊമേഴ്സ് ലേണിങ്ങിൻ്റെ +2 കൊമേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കൊമേഴ്സിലെ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടത്, അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ ഒരു ചാനലിലൂടെ അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ ചാപ്റ്ററിലും പഠിക്കേണ്ട ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെടുന്ന കംപ്ലീറ്റ് ക്ലാസ്സുകളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ +2 പഠിക്കുന്ന അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. നിങ്ങൾ +1 അക്കൗണ്ടൻസിയിൽ ജേണൽ എന്താണെന്നും ലെഡ്ജർ എന്താണെന്നും ട്രയൽ ബാലൻസ്, ഒരു സോൾ പ്രൊപ്രൈറ്ററുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും ആ ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. +2 ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് 2 പാർട്ടാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിലെ പാർട്ട് 1 വരുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ്. +1 ക്ലാസ്സുകളിൽ നിങ്ങൾ ഒരു സോൾ പ്രൊപ്രൈറ്ററുടെ പ്രോഫിറ്റ് ഓർ ലോസും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. +2 ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പാർട്ട് 1 കംപ്ലീറ്റ് ആയിട്ട് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. എന്താണ് പാർട്ട്ണർഷിപ്പ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമുള്ള ഒരു ഡെഫിനിഷനും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. രണ്ടാമതായിട്ട് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത്. മൂന്നാമതായിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ആ ഡീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാകുന്ന കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നീട് പഠിക്കുന്നത് റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത ഒരു കേസിൽ എന്താണ് റൂൾസ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് വിത്തൗട്ട് ആൻ എഗ്രിമെൻ്റ് ആണെങ്കിൽ, ഒരു എഗ്രിമെൻറ്റ് ഇല്ലാതെയാണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പിന്നീട് പഠിക്കേണ്ടത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏതൊക്കെ മെത്തേഡ്സുകളാണുള്ളത്, അങ്ങനെയുള്ള മെത്തേഡ്സുകളിൽ എങ്ങനെയാണ് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. ഓക്കെ, പിന്നീട് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ്സാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഒന്നാമത്തത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്, രണ്ടാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒരു തിയറി ടോപ്പിക്കാണ്. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കേണ്ടത്. പിന്നീട് പഠിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. ഒരു പാർട്ട്ണർഷിപ്പ് നടത്തുന്നതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. പ്രോബ്ലം പാർട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അതേപോലെ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഡിഫറെൻറ്റ് കേസസ് ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിക്കേണ്ടതുണ്ട്. പിന്നെ അവസാനത്തെ ടോപ്പിക്കായിട്ട് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർക്ക് പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ് അവസാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയും ടോപ്പിക്സാണ് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യേണ്ടത്. ഇപ്പോൾ +2 കൊമേഴ്സിന് പഠിക്കുന്ന ഒരു കുട്ടി അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പിക്കുകളിൽ പ്രോബ്ലം പാർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ തിയറി പോർഷൻസും വരുന്നുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സുകളാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കുകൾ കവർ ചെയ്താൽ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലെ തിയറീസും അതുപോലെ തന്നെ പ്രോബ്ലം പാർട്ടുകളും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സിനെയും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്